الرجيم. بسم الله الرحمن الرحيم. إلى حضرة النبي مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة سيدنا الإمام محمد بافضل رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم صل بسيدنا محمد على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما صليت على سيدنا إبراهيم على سيدنا إبراهيم وبارك على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الإمام محمد بافضل واجمعنا وإياه في حضرة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا ممن يتبعون شريعتك ويتبعون سنة نبيك صلى الله عليه وسلم إلى أن نلقاك برحمتك يا أرحم الراحمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. افتح علينا بالحق وأنت خير الفاتحين. وبعد يعني فصل الثالث ഒന്നുകൂടിയും പെട്ടെന്ന് വായിക്കുക. അത് റെക്കോർഡ് ചെയ്തതിൽ കുറേ സ്ഥലങ്ങളിൽ എന്തുണ്ട് ആ അപ്പോൾ അതിനാൽ എന്തായി എന്താണ് അത് കേട്ടപ്പോൾ അത് വെക്കാൻ പറ്റിയതായിരുന്നില്ല. അൽ ഫസ്ലു الثالث അത് പെട്ടെന്ന് പറയാം. ഫി ബയാനി നജാസത്തി വ തത്ഹീരിഹ. നജാസത്തും തത്തീർ അത് പെട്ടെന്ന് എടുക്കും. അത് കൂടുതൽ ഷർഹ് എടുക്കണ്ട, കാരണം മുമ്പത്തെ റസീൽ ഷർഹ് എടുത്തു കഴിഞ്ഞതുകൊണ്ട്. അമ്മൻ നജാസത്ത് 3 തരാന്ന് പറഞ്ഞു. മുഗല്ലദത്തുണ്ട്, മുഖഫഫത്തുണ്ട്, മുതവസ്സിത്തത്തുണ്ട്. അത് എന്ത് എത്തിബാർ വെച്ചിട്ടാണ്? ശുദ്ധീകരണ എത്തിബാർ വെച്ചിട്ട്. അപ്പോൾ മുഗല്ലദത്ത് എന്ന് പറഞ്ഞാൽ ബൗലുൽ കൽബി വൽ ഖിൻസീരി വമാ അൽ കൽബു ബൗലല്ല അൽ കൽബു വൽ ഖിൻസീർ വമാ തവല്ലദ മിൻഹുമാ ഔ മിൻ അഹദിഹിമാ. പന്നിയോ നായയോ അല്ലെങ്കിൽ അത് ഏതേലും ഒന്ന് വേറെ ഏതൊരു മൃഗത്തിൻ്റെ ഒപ്പം ഉണ്ടായിട്ട് ആ വന്ന ഫറോ അത് എന്താണ്? അതാണ് മുഗല്ലദത്ത്. അപ്പോൾ ആ മുഗല്ലദത്തായ നജസ് ഒരാളെ മേൽ ബന്ധപ്പെടപ്പോഴാണ് നനവുണ്ടെങ്കിൽ നനവ് കണ്ടില്ല. അതായത് ഒരു നായ പോയി ഡ്രസ്സിൻ്റെ അവിടെ കൂടി ഇങ്ങനെ പോയി നോക്കുമ്പോൾ നനവ് ഇല്ല. ഇവിടെ നോക്കിയപ്പോൾ ഒന്നും അല്ല, കൈ ഇങ്ങനെ തട്ടി നനവ് കാണുന്നില്ല. ഒന്നും തൊട്ട പോലെ ഒരു എന്തോ ഒരു എന്താണ് പറയുക, അത് എന്താണ് പറയുക, മുടി തട്ടിപ്പോയ പോലെ തോന്നിയുള്ളൂ. നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പം തന്നെ അയാൾ അത് പോയിട്ട് ഇതാക്കണോ? ചെയ്യണോ? ആ ഇനി അഥവാ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക? മണ്ണ് ഇഹ്ദാഹുന്ന ബിത്തുറാബ്. ഇഹ്ദാഹുന്ന ബിത്തുറാബ്. അത് ഊലാഹുന്ന ഔല. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കൊണ്ട് കഴിക്കൂടെ? അത് സിയാദത്താണ്. വേണോ വേണ്ടെന്നുള്ള അത് വേറെ വിഷയം പറഞ്ഞിരിക്കുക. അപ്പോൾ നനവുണ്ടെങ്കിലേ വിഷയം വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക? അങ്ങനെ ഉണ്ടെങ്കിൽ മണ്ണോണ്ട് തേക്കുക. ആദ്യം വെള്ളത്തോണ്ട് ആ നജസ് കഴുകി കളയുക. ആദ്യം പറഞ്ഞിരിക്കുക അയിനും നജസ് കളയുക. അത് കളയാൻ എത്ര വട്ടം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഒന്നായിട്ടേ കൂട്ടുള്ളൂ. ഇനി പൈപ്പിൻ്റെ താഴെ വെച്ചത് എന്നുണ്ടെങ്കിൽ ആ നജസ് പോയി കഴിഞ്ഞിട്ട് വന്ന വെള്ളം ഉണ്ടല്ലോ അത് രണ്ടാമത്തായിട്ട് കൂട്ടും. പറഞ്ഞിരിക്കുക. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം മണ്ണ് കൊണ്ട്, ഇവിടെ വെള്ളത്തിൽ കലർത്തിയ മണ്ണ് ഉപയോഗിക്കാം, വെള്ളത്തിൽ കലർത്താത്ത മണ്ണ് ഉപയോഗിക്കാം. പറഞ്ഞു തരിക. ഇതിലും ഈ കിതാബിൽ വെള്ളം കലർത്തിയ വെള്ളമാണ് പറഞ്ഞത്. അത് കുറച്ചുകൂടി നന്നാവും. അപ്പോൾ കുറച്ചുകൂടി പിടിക്കും. അത്രയേ ഉള്ളൂ. കടി കിട്ടി കഴിഞ്ഞാൽ എന്തുണ്ട് അവിടെ? ഇത് തട്ടിയല്ലോ, പിന്നെ ഇൻഫെക്ഷന് വേറെ സൂചി കുത്തിയാൽ മതി. അത്രയേ ഉള്ളൂ.
കഴിഞ്ഞാലും ആ നായ ഒരാളെ കടിച്ച് പറിച്ചിങ് എടുത്താലും അവിടെ എന്താണ് പറയുക, എന്താണ് മസാലത്തുകളൊക്കെ കുറച്ചുകൂടി നോക്കേണ്ടി വരും. കടിച്ച് പറിക്കൂലല്ലോ അങ്ങനെ അത് കൽബുൽ അക്കൂറല്ലേ. അങ്ങനെ പറിക്കണ നായൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കും. വെള്ളം തിന്നാറായിട്ട് വരല്ലേ, അപ്പൊ ഇങ്ങനെ എടുത്ത് പിന്നെ ഇങ്ങനെ എടുത്ത് അങ്ങനെ ഇടാക്കണം. അങ്ങനെയല്ല, ഓരോ ദുഫാത്തായിട്ട് കൂട്ടും. പറഞ്ഞു തരിഞ്ഞ അതിന് കളഞ്ഞതിന് ശേഷം തന്നെ കുറച്ച് ഇതാക്കി പിന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ വേണമല്ലോ, മതി. ഇങ്ങനെ കാണിച്ചു കൊടുക്കണല്ലോ, കാണിച്ചവിടെ പിടിച്ചാൽ മതി, വെള്ളം വന്നോളൂ. ഇങ്ങനാണല്ലോ അങ്ങനെയാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കുറേ നേരം പിടിക്കലാണോ? അങ്ങനെയല്ല, രണ്ടൊന്നു തന്നെ. ഇങ്ങനെ കുറേ നേരം പിടിച്ച് ഓരോ ദുഫാത്തായിട്ട് വരുമ്പോൾ ആ ഓരോ ദുഫാത്ത് ഒന്നും രണ്ടും ആയിട്ട് കൂട്ടും. വസ്വാസം വരാണ്ടിരിക്കാട്ടി ഇങ്ങനെയൊക്കെ ആക്കിക്കോളൂ. അല്ല, ചിലവർ ഇങ്ങനെ പിടിക്കുമ്പോൾ കഴിഞ്ഞോ ഇല്ലേന്ന് വസ്വാസം വരും. അപ്പോൾ നിങ്ങൾ എണ്ണം കിട്ടിക്കോളൂ. ക്ലിയർ? അപ്പോൾ മുഗല്ലദത്തിൻ്റെ മസ്അലത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ മുഗല്ലദത്തിലത്തെ എന്തും മനിയും, കാരണം മനിയ് താഹിറാണ്, പക്ഷെ കൽബിൻ്റെ നജസാണ്. എല്ലാ ഹൈവാനിൻ്റെ മനിയും താഹിറാണ്, ഇല്ലൽ കൽബ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അപ്പോൾ മുഖഫഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുഖഫഫത്ത് ബൗലു സബിയിൻ ലം യബ്ലുഗുൽ ഹൗലൈൻ വലം യത്ഉം ഗൈറൽ ലബൻ. ലബൻ എന്നാ പറഞ്ഞത്, അവിടെ ലബനുൽ ആദമിയ്യത്ത് എന്ന് പറഞ്ഞില്ല. ഏത് ലബനും ഏത് ലബനും കുടിച്ചാലും അതെന്തായി? ആ ലബനു മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആൺകുട്ടിയായിരിക്കണം, ബൗലുസബി. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആ മസ്അലത്ത് വരെ ഉണങ്ങിക്കഴിഞ്ഞാലാണ്. നായൻ്റെ മസ്അലത്ത് നനവുണ്ടെങ്കിൽ പോലെ ആ മൂത്രം ഉണങ്ങി ഹുക്മിയായ നജാസത്തായി. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ആ ഭാഗത്ത് വെള്ളം മൊത്തമായിട്ട് ആ മൂത്രമുള്ള സ്ഥലത്ത് ആ മൂത്രമുള്ള സ്ഥലത്ത് മൊത്തമായിട്ട് ഉണ്ടാവണം. ഇനി കൂടിയാൽ കുഴപ്പമില്ല, മൊത്തമായിട്ട് ഉണ്ടാവുക. പക്ഷേ അത് ഇറ്റണ വെള്ളമാവണം എന്നില്ല, സ്പ്രേ ആക്കണം എന്നല്ല പറയുന്നത്. ആ വെള്ളം മൊത്തമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞിരിക്കില്ലേ, തമീം ഉണ്ടായിരിക്കണം. പക്ഷേ സയലാൻ ഉണ്ടാവണം എന്നില്ല, അതായത് വെള്ളം ഇറ്റണം എന്നില്ല, സ്പ്രേ ചെയ്താൽ എത്തണം എന്നില്ല, അത് ഒലിപ്പിക്കണം എന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നെടുക്കുമ്പോൾ നമ്മളിപ്പോൾ നനവുള്ള ഒരു കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും, പക്ഷേ ഒലിക്കണ വെള്ളമല്ല അത്. അതേ സമയത്ത് കുറച്ചധികം വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ക്ലീനെക്സിൽ മുഖ്യ ക്ലീനെക്സ് എടുത്തിട്ട് കഴിയുമ്പോൾ തേക്കുമ്പോൾ അവിടെ സയലാൻ വരുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പീഞ്ഞ ടവൽ കൊണ്ട് തൊടുക്കുമ്പോൾ സയലാൻ വരുന്നില്ല. രണ്ടും ഫറക്ക് മനസ്സിലാവണം. മുഖ്യ ടവൽ എടുത്തിട്ട് കഴുകുമ്പോൾ തടവുമ്പോൾ വെള്ളം ഉണ്ട്, അത് വെള്ളം നമ്മളെ കൈകൾ പകരുന്നുണ്ട്, സയലാൻ വരുന്നുണ്ട്. മറ്റേത് വെള്ളം സയലാനില്ല. പറഞ്ഞിരിക്കില്ലേ, ഏത് നജസിനെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിലും സയലാൻ ആവശ്യമില്ലാത്തത് ഈ മുഖഫഫിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലിയർ? പാലല്ലാത്ത ഭക്ഷണം എപ്പോൾ കഴിച്ചാലും അതൊക്കെ സാധാരണ മുറിഞ്ഞി 1 ടൈമോ 10 ടൈമോ എങ്ങനെ വേണമെങ്കിലും ഒരു മുന്തിരി നോക്കി അത് വരില്ല, അതന്നെ അത് അതിൽ പെടില്ല. ടെക്നിക്ക് അതിൽ പെടില്ല, ടെക്നിക്ക് അതിൽ പെടില്ല. ഓക്കെ, അപ്പോൾ ക്ലിയറായ? അപ്പോൾ സിർലാക്ക് അതിൽ പെടോ? സിർലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? മുറിയും, ആ മസാലത്ത് മുറിയും. അതങ്ങനെ പറ്റൂല, കാരണം കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആസ്പത്രിക്കോ ആദ്യം മസാലത്തിൻ്റെ മുമ്പ് ആസ്പത്രിക്ക് കൊണ്ടുപോകണം. മരുന്ന് പ്രശ്നം വരും. പ്രശ്നമൊന്നുമില്ല, നല്ലപോലെ കഴുകിയാൽ മതി. ഈ മസാലത്തിൽ മരുന്ന് കണ്ടെങ്കിലും, കാരണം തകയ്യൂർ വരുന്നുണ്ട്. ചില കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഡ്രോപ്പ് മരുന്ന് വളരെ വലം യത്ഉം ഗൈറൽ ലബൻ,
കാരണം അത് അസ്ലിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഫുഡല്ല ത്വാന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് അസ്ലി മാറ്റം വരുത്തുന്നുണ്ട്. അറിഞ്ഞിരിക്കുക ഇപ്പം എന്തും അല്ല, ഈ മറ്റേത് കൊടുക്കുമ്പോൾ അത് പ്രതിരോധം മാത്രമാണ്, അത് വേറെ ഒന്നും മാറ്റണില്ല. ആ, അതായത് കഴിക്കുന്നതല്ല, കുത്തിവെക്കുന്നതും ഏകദേശം എന്താട്ടെ. അപ്പോൾ അത് ക്ലിയറായ. അതേ സമയത്ത് ബാക്കിയുള്ള മൂത്രം എല്ലാ മൂത്രം സമ. ഇപ്പോൾ പെൺകുട്ടിയുടെ മൂത്രമാണ്. കാരണം അത് ഈ പുതിയ സയൻസിൽ നോക്കിയപ്പോൾ ആൺകുട്ടിയുടെ മൂത്രത്തിൽ എന്തായാലും ഉണ്ട്. ഇപ്പൊ ഈ മസാല പ്രാക്ടിക്കലല്ല. അല്ലാന്ന് പനി വന്നു കഴിഞ്ഞാല് സ്വാഭാവിക തുള്ളിവർക്ക് കൊടുത്താൽ വിട്ട് വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അങ്ങനെ കൊടുക്കാതെ ജീവിക്കുന്ന നാടുകളും പ്രദേശങ്ങളും. പക്ഷെ നമ്മൾ ഇപ്പോൾ ആ ഒരു അങ്ങനത്തെ നാടുകളും ഒരു കാര്യമുണ്ട്. ഫിഖ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടി ഒരു മസാലത്ത് ക്ലിയറായിട്ട് പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഇതിൻ്റെ പേരിൽ ഒരാൾ ആൻറ്റിബയോട്ടിക്കോ ഇതോ കൊടുക്കാണ്ടിരുന്ന അയാൾ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ ഉത്തരം പറയുന്നുണ്ട്. കാരണം ഈ കാലത്തെ എന്താ വണ്ടിയും ഇതൊക്കെ പോണതാണ്. അപ്പോൾ പൊല്യൂഷൻ നന്നായിട്ടുണ്ട്, പഴയ കാലം പോലെയല്ല. അയാൾ ഉത്തരം പറയേണ്ടി വരും. ആൾക്കാർ ചോദിച്ചില്ലെങ്കിലും റബ്ബിൻ്റെ മുന്നേ ഉത്തരം പറയേണ്ടി വരും. ഒരാ തുൽക്കു ബേദിക്കും തരുക്കാനാ. പിന്നെ ഇൻ്റെ ഇഖ്തിയാർ കൊണ്ട് എനിക്ക് ഞാൻ മരുന്ന് കഴിച്ചില്ല, അതിൻ്റെ വിഷയം. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു തവക്കുലിൻ്റെ അങ്ങേ അറ്റെത്തണ ഒരാൾ ഹഖീഖത്തൻ മരുന്ന് കഴിക്കൂല. ഹുമുല്ലദീന എന്താണ് ലാ യക്തവൂന അലാ റബ്ബിഹിം യതവക്കലൂൻ. 70,000 ആൾക്കാർ സ്വർഗത്തിൽ ബിലാ ഹിസാബിൻ വലാ സഖാബിൻ ഹുമുല്ലദീന എന്താണ് യതതയ്യറൂന വലാ യക്തവൂന അലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറഞ്ഞത്. അത് അവരെ ഖൽബിൻ്റെ തവക്കുലിൻ്റെ അങ്ങേയറ്റാണ്. മുസബ്ബിബ് അള്ളാഹു ആണ്, സബബ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആക്കാൻ പറ്റുമെന്ന് അറിയണ ഒരു ദർജത്തെത്തിയ ഒരാൾ. അങ്ങനത്തെ ആൾക്കാർ മരുന്ന് കഴിക്കൂല. ഈ മെഡിക്കൽ കോളേജിൽ ഒരു കേസ് വന്നിരുന്നു. ഒരു കുട്ടി രാവിലെ പ്രസവിച്ചു. ഈ കുട്ടിയുടെ ഭർത്താവ് ഏതോ തെരീക്കത്തിൽപ്പെട്ട ആളാണ്. അയാൾ ഷേഖ് പറഞ്ഞ അസറിന് ശേഷം കുട്ടിയും കൊണ്ടുകൊടുത്തോ. എന്നിട്ട് പോലീസിനെ വിളിച്ച് പോക്സോ കേസായി അത് ഏത് തരീഖത്തിന്റെ ഷെയ്ഖാണ്? അങ്ങനെ പോലീസുകാരെ കൊണ്ടു. മുസ്ലിമായി. അയാൾ പറയും ഞാനും മുസ്ലിമായി, ഇനി കൊടുക്ക്, ബാക്കി ഷെയ്ഖിനെ ഞാൻ നോക്കിക്കോളാം. ഷാദിലി ഇമാം പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഹക്കാണ്. ഷാദിലി പറഞ്ഞ് എൻ്റെ അസ്ഹാബ്, ഞാൻ എൻ്റെ അസ്ഹാബ് ആവണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഇൽമിയിൽ വലിയ ആളായിരിക്കണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലമാക്കളൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് അയാൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന കഴിവുണ്ടായിരിക്കണം. ബാക്കിയുള്ളവരൊക്കെ വെല്ലുവിളിച്ച് സ്ഥാപിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനത്തെ ആൾക്കാർക്ക് എൻ്റെ സാഹിബാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനല്ല പറഞ്ഞു, ചാതിരിമ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എന്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പോയാലോ അങ്ങനെ പോയാലോ എത്തൂല. അപ്പോൾ തരീഖത്ത് അങ്ങനെ പറയൂല. ശരിക്കും തരീഖത്താണെങ്കിൽ നേരെ പിടിക്കേണ്ട ഷെയ്ഖിനാണ് അയാളെ. ഞാൻ ഇരിക്കുമ്പോൾ വേണ്ട, നമുക്ക് കിതാബൊക്കെ അവർ എന്തും പറയും. ദീന് എന്ന് പറഞ്ഞത് എന്തോ ഒരു സാധനമല്ല. പോളിയോ ഒരു സാധനം കൊടുക്കാനുള്ള ഫുഡ് തിന്നെന്തോ അപ്പൊ ശരിക്കാവും. അല്ല, അയാള് പറയണ എന്താ അറിയോ, പിന്നെ എന്റെ കുട്ടീനെ ഒക്കെ നോക്കാനുള്ള കഴിവ് എനിക്ക് ആർക്കുണ്ട്? ഓക്കെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് നിങ്ങൾ നോക്കേണ്ട കഴിവ് അള്ളാഹുനുണ്ട്. ഡോക്ടറല്ലേ ഷിഫാക്കണ? ഡോക്ടറല്ലേ ഷിഫാക്കുന്നത്? ഭക്ഷണമല്ല വയറ് നടക്കുന്നത്, ഭക്ഷണമല്ല ജീവിതത്തിനെ കൊണ്ട് നടക്കുന്നത് അള്ളാഹാണ്. പിന്നെ അയാൾ പറഞ്ഞ എന്താ അറിയോ, ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടറെ അടുത്ത് നമ്മൾ യാദൃശ്ചികമായി പോയി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിന്ന് രോഗം മാറി രണ്ടാമത് അവിടെ പോകണമെങ്കിൽ അയാളെ എത്തിമാതായി, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകരുത്. അപ്പം നിങ്ങൾ ചോറ് കഴിക്കരുത്. ചോറ് എന്നും അയിമലി എത്തിമാതായി നമ്മൾ ശരിക്കായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മിന്ദൂനില്ല എന്നുള്ളൊരു കൈത് വെച്ചാണ് പറഞ്ഞത്. ആ പൊട്ടന്മാർക്ക് തലയിൽ ബുദ്ധിയില്ല, അത്ര തന്നെയുള്ളൂ. മിന്ദൂനില്ലയാണോ അവർ ആക്കണ്ട്?
പറയും ആ മിന്ദൂനില്ല ആ മിന്ദൂനില്ല എവിടെ? മലയാളത്തിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയി, മിന്ദൂനില്ല ആയിട്ടാ പോയത് അയാളുടെ അടുത്ത്. അല്ല, അള്ളാഹു കൊടുക്കാത്ത കഴിവ് കൊണ്ട് അദ്ദേഹം ഷിഫാക്കുന്ന് വിചാരിച്ചിട്ടല്ലല്ലോ പോകുന്നത്. ഇനി അയാള് എന്നോട് വന്ന് പറയാണ് അള്ളല്ലേ ഷിഫാക്കിയത്, ഇയാളെ ഷിഫാക്കിയാന്ന് അറിയും. വേറെ ദീനിന്ന് പുറത്ത് പോയി വേഗം ഷഹാദത്ത് ചെലിക്കുമെന്ന് അറിയാൻ. അല്ലാണ്ട് എല്ലാവരും അങ്ങനെ പറയുന്ന പറയാ. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ആര് ഷിഫ നൽകുന്നത്? അള്ളാഹ് ഷിഫ നൽകുന്നത്. അയാൾക്ക് അറിയണ പോലെ അയാൾ മരുന്ന് തരും, അതിൽ അള്ളാഹ് ഷിഫ എഴുതിയാൽ ഷിഫ ഉണ്ടാവും. അങ്ങനെയാണ് മിക്കവരും വിചാരിക്കുന്നത്. അപ്പം അയാളോട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചോദിക്കേണ്ട കാര്യമല്ല, ഒരു മുഅ്മിനെ അഖീദയിൽ ടെസ്റ്റ് എടുക്കാൻ പാടില്ല. അതാണ് സലഫുസ് സാലിഹിൻ്റെത്. ബുഖാരി ഇമാമിൻ്റെ വായിച്ചില്ലേ, ഒരു ഇംതിഹാനു ബിദ്അ. ഇംതിഹാന് എക്സാം ടെസ്റ്റ് എടുക്കൽ വിദഗ്ധാണ്. അങ്ങനെ ടെസ്റ്റ് എടുക്കുന്ന ആളോട് പറയും പോയി പണിയാപ്പെടോ, വേറെ പണിയില്ലേ. താന് സ്വയം ആലോചിച്ചൊക്കെ അവരൊക്കെ ഏത് പ്രശ്നത്തിലാണ് എടുക്കേണ്ടതെന്ന്. ഇമാം മാലിക് പറഞ്ഞു വസ്വാലു അൻഹു ബിദ്അ. കൈപുണ്യം എന്ന് പറഞ്ഞാൽ അയാൾ തജുറുബത്തിയിൽ അയാൾക്ക് എന്താണ്, അയാൾ കൈപുണ്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് കൂടുതൽ അറിയാം, അസ്ബാബ് അറിയാന്നുള്ള അർത്ഥമല്ല. അയാളെ ശിർക്ക് ഇതോ കൈപുണ്യം എന്ന് പറഞ്ഞത്. ഇത് നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞോട്ടെ, ലാ ഹൗല വലാ ഖുവത. മിന്ദൂനില്ല എന്നുള്ള കൈത അവിടെ വരണ പിന്നെന്തിനാ ഈ ചർച്ചയ്ക്ക് പോവന്ത്? നന്നായി ഭക്ഷണം വെക്കാൻ നല്ല കൈപുണ്യം കിട്ടും. നമ്മുടെ നാട്ടില് ഈ ഒരാശയുണ്ട്, അയാൾ ഹിന്ദുവാണ്, അയാളെ കുറ്റിയടിച്ച വീട് പെട്ടത്. അങ്ങനെ പറയണം. ഈ വടിയെടുത്ത് ഞാൻ അങ്ങോട്ട് വരാം. അത് എന്താണ് ചോദ്യം? നമ്മുടെ നാട്ടില് പക്ഷെ ഞാനത് പോയില്ല, പക്ഷെ അയാളെ കുറ്റിയടിച്ച വീടിനെല്ലാം നോക്കി ഒരു തടസ്സിലാണ് പോയി പണി തീർക്കുന്നത്. നന്നായുള്ളൂ. അപ്പൊ അയാളെ കൈയിന്റെ വർക്കത്താണോ അതോ അങ്ങനെയുണ്ട് ചില അള്ളാഹ് കൈ കൊടുക്കില്ല. അതിന്റെ വർക്കത്ത് ഞാൻ പറഞ്ഞുതരാം. അത് ഉണ്ടാക്കണ ആൾക്കാർ കുറച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ വരുന്ന ആൾക്കാരായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ. അതായത് അയാൾക്ക് പൈസ കൊടുത്താലല്ലേ അയാൾ വരുള്ളൂ. അത്രയും പൈസ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അയാളെ വിളിക്കും. അല്ലാണ്ട് പാവങ്ങളെ അയാളെ വിളിക്കാറുണ്ടാ? അല്ലാലും റബ്ബുന അത് എനിക്കറിയില്ല. അയാൾ അടിച്ചെന്ന് വെച്ചിട്ട് അവിടെ അങ്ങനെ പെട്ടെന്ന് തീരണം എന്നുള്ളത്. പിന്നെ സാലിഹായ മനുഷ്യനാണെങ്കിൽ അയാളെ ബറക്കത്ത് കൊണ്ടായിരിക്കാം. അല്ലാതെ ഇത് നമ്മളെ ഒരു ഇതിനോട് തോന്നുന്നില്ല. അത് ശരിക്കും പറയാ, ഒരാള് അയാൾ അള്ളാഹു അല്ലാതെ അയാളാ ചെയ്തതെന്ന് വന്നു കഴിഞ്ഞാൽ ആ ഈമാനിൽ പ്രശ്നമുണ്ട്. കുറെ ശൈത്താന്മാര് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും കളിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അത് ക്ലിയറായ. ഫഹിയൽ ബൗലു വൽ ഗായിത്തു, ബൗല് മൂത്രം, ഗായിത്ത് കാഷ്ടം, ദമ് ചോര നോക്ക. ബൗലിയിൽ അഫുള്ളത് ബൗലു സബിയാണെന്ന് അറിഞ്ഞ്. ഗായിത്തിൽ തീരെ അഫുല്ല. നമ്മളെ മദ്ഹബിൽ തീരെ അഫുല്ല. അത് നമ്മളെ മതമില്ല, നമ്മളെ മതം പഠിച്ചാൽ മതി. ഇപ്പോൾ ദമു രക്തം, രക്തത്തിൽ അഫുണ്ട്. രക്തം ചലം അറിയാലോ, സദീദ്. അതായത് ഇങ്ങനെ കുരുവൊക്കെ പൊട്ടിച്ചിന് വെള്ളം വരൂലേ, അതെ, അതെല്ലാതും അതൊക്കെ ദമിൻ്റെ ഇതിൽ അതൊക്കെ പുറത്ത്. അത് നെജസാണോ? നജസാണ്, പക്ഷെ മഅഫൂവാണ്. ഇൻ ഖലീലാണെങ്കിൽ മഅഫൂവാണ്, കസീറാണെങ്കിൽ ഇൻ്റെ ചോരയാണ്. ചോര വന്ന സ്ഥലത്താണ്, അല്ലാണ്ട് ആ ചോര വേറെ സ്ഥലത്ത് പോയിട്ട് വരട്ടിയിട്ടല്ല ഉണ്ടായത്. പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത് അഫുള്ളതാ, അത് വെച്ച് നിസ്കരിക്കാൻ പറ്റും. ചോര വന്നു കഴിഞ്ഞാൽ ഒന്നു മുറിയും. അതവർക്ക് അത് വേറെ സ്ഥലത്ത് വന്ന് അതും ഇതും തമ്മിൽ ബന്ധമല്ല. അത് ഒന്നു മുറിയും. പറഞ്ഞു കഴിഞ്ഞാൽ ഹറമിലായാൽ പോലും. അത് പിന്നെ പറയാം.
അപ്പോൾ എന്താണ് അത്? വദ്ദമു വൽ ഖൈഹു വൽ ഖൈഉ ഛർദിയിൽ അഫുണ്ട്. എപ്പോൾ മുല കൊടുക്കണ മുല കൊടുക്കണ ഉമ്മയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പാല് കൊടുക്കണ ആ സ്ത്രീ മുർദിഅ. ബ്ലഡ് നമ്മളെ ലിബാസിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് വേറെ ആളുകൾക്കൊക്കെ മാറിയാൽ എന്താ പ്രശ്നമായി? ഇല്ല, സേലാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലിബാസിൽക്കായാലും വേറെ ആളുകൾക്ക് മാറിയാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ വൽ ഖൈഉ ക്ലിയറായ ഛർദി പാല് കൊടുക്കണ ഉമ്മ, പാല് കൊടുക്കണ സ്ത്രീ, ആ സ്ത്രീൻ്റെ മേൽ ഛർദി വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വൽ ഖൈഉ വൽ ഖംറു വൻ നബീദു, ഖംറും നബീദും രണ്ടും കള്ള് എന്നുള്ള അർത്ഥം. കുല്ലു മുസ്കിരിൻ മാഇഇൻ, എല്ലാ ദ്രാവകാവസ്ഥയിലുള്ള മസ്ത് പിടിക്കുന്നത്. അപ്പോൾ ദ്രാവകാവസ്ഥയിൽ അല്ലാത്തത് ഹറാമാണ്, പക്ഷേ നജിസല്ല. ഖംറും മുന്തിരിക്കള്ളല്ലേ, ബാക്കിയുള്ളതല്ല. വൽ കൽബു നായ വൽ ഖിൻസീറു വഫറാദ് വൽ വദിയു, വദിയു എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മദി രണ്ടാൾക്കുണ്ട്. വൽ മൈത്തത്തു ഇല്ല സമക്ക വൽ ജറാദ വൽ ആദമി, മൈത്തത്ത് എല്ലാതും നജിസ. മൈത്തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർഇയായ ദബ്ഹ് ചെയ്യാതെ അർക്കാതെ ജീവനം പോയത്, ശർഇയായ അറവ് എന്ന് പറഞ്ഞാൽ ദബ്ഹുണ്ട്, സൈദുണ്ട്, നഹറുണ്ട്. ഈ മൂന്നെണ്ണാണ് ശർഇയായ ദബ്ഹ്. അത് പഠിക്കും. ദബ്ഹ് എന്ന് പറഞ്ഞാൽ ഇത് എന്താ വദജ് കട്ട് ചെയ്തിട്ട് അത് പഠിക്കും. 4 കാര്യമുണ്ട് അതിലത്തെ. അത് കട്ട് ചെയ്തിട്ട് അറക്കുന്നതിനാണ് ദബ്ഹ് എന്നറിയാം. നഹർ ഒട്ടകത്തിനാണ് ഈ ഇവിടെ കുത്തിയിട്ട് ഇതാക്കുന്നത്. ഒക്കെ പഠിക്കും, സൈദ് ദബ്ഹിനിൽ പഠിക്കും. പിന്നെ അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് അത് നഹർ. പിന്നെ മൂന്നാമത്തത് സൈദ്. സൈദ് വേട്ട. അമ്പയ്യല്, തോക്കോണ്ട് ഷൂട്ട് ചെയ്യല്. പക്ഷെ അതിനൊക്കെ കുറെ ഷർത്തുണ്ട്, അത് പഠിക്കും. ഇപ്പൊ തന്നെ മസാലത്തിൽ കിടക്കല്ല. അതിൽ പഴയ ഫിഖിൽ ബുന്ദുഖോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബുന്ദുഖിയ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അറിവ് ശരിയാവില്ല എന്ന് പറയും. ആ ബുന്ദുഖിയ വേറെ, ഈ ബുന്ദുഖിയ വേറെ. അതൊക്കെ അവിടെ എത്തുമ്പോൾ പഠിക്കുക. അവിടുത്തെ അത് തോക്കല്ല, ഇവിടുത്തെ തോക്കാണ്. കാരണം അവിടുത്തെ അർലോണ്ടാക്കിയാൽ കൊല്ലപ്പെടില്ല, അല്ല അർലോണ്ടാക്കിയാൽ അത് ഹലാലാവില്ല. അത് പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഇപ്പം തന്നെ പഠിക്കാൻ നിൽക്കുക. ഇത് പഠിക്കുക, നജാസത്ത് പഠിക്കുക. വൽമൈത്തത്തു ഇല്ല സമക്ക വൽ ജറാദ വൽ ആദമി. അതന്നെ ദബ്ഹോ നഹ്റോ ഇസ്തിയാദോ, 3 ശർഇയായതുള്ളൂ. ഏത് മെഷീൻ അറിവ്? ഫിഖ് വരും. ഇപ്പോൾ കറാഹത്ത് വരുള്ളൂ അവിടെ. അറവ് തസ്മിയത്ത് നമ്മളതിൽ വാജിബല്ല, ഇസ്തിഹ്ബാബേ ഉള്ളൂ. ഇപ്പോൾ തലവെട്ടി അതന്നെ തലവെട്ടി. ഇവിടെ മസ്അലത്ത് മുമയ്യിസാണോ അല്ലയോ എന്നുള്ള മസ്അലത്തും അതൊക്കെ ഒരു മുമയ്യിസാണ്. മുമയ്യിസിന്റെ തബാനായിട്ട് വന്നതല്ല അത്. ബിസ്മി സുന്നത്ത് നമ്മള് മനുഷ്യനെ അറക്കുമ്പോൾ മുമയ്യിസായിരിക്കണം. അങ്ങനത്തെ ഉണ്ട്. മെഷീന് ആ ഒരു രീതിക്കാണോ അല്ലേ എന്നുള്ള ചർച്ച വരും. അതൊക്കെ അപ്പം ചർച്ച ചെയ്യപ്പ ഇതിൽ തന്നെ നിങ്ങൾ കൊണ്ടിട്ടെ. വലബനു മാ ലാ യുക്കലു ലഹ്മുഹു വൽ ജറാദ വൽ ആദമി. അപ്പോൾ മീനോ അല്ല കടലിൽ താമസിക്കണതോ ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളി, വൽ ആദമി, ഈ 3ൻ്റെത് മൈത്തത്ത് നജസല്ല. ഓക്കെ. സമക്കിന്റെ മീനിങ് കടലിൽ താമസിക്കുന്നത്. സമക്ക് എന്ന് പറയും കടലിലുള്ളത്, കടലിൽ മാത്രം ഉള്ളത്. കടലിൽ മാത്രമോ കടലിലും കരയിലും ഉള്ളത്, പക്ഷെ കടലിൽ കൂടുതൽ സമയം ഉള്ളതോ എന്നുള്ള മസാലത്താണത്. പിന്നീട് മക്കൂലാത്തി വരുപ്പാ വലബനു. അപ്പോൾ ഇതിൻ്റെ മൈത്തത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് മുൻഫസിലായ എന്തിനോ അത് വരും ഇതിൽ. വലബനു മാലാ യുക്കലു ലഹ്മുഹു ഗൈറൽ ആദമി. അപ്പോൾ മുൻഫസിലത്തിൻ്റെ പറയാണ് ഇവിടെ. അപ്പോൾ
ആദമിയിൻ്റെ അതായത് തിന്നാൻ പാടില്ലാത്തതിൻ്റെ പാല് എന്താണ് നജസാണ്. വലബനു മാ ലാ യുഅ്കലു ലഹ്മുഹു, തിന്നൽ ഹലാലല്ലാത്തതിന്റെ പാല് നജസാണ്, മനുഷ്യനല്ലാത്ത. മനുഷ്യനെ തിന്നുമല്ലോ, മനുഷ്യന്റെ പാല്. വശഅറുൽ മൈതത്തി, വശഅറുൽ മൈത, മൈതത്തിന്റെ ഷഅറ് നജസാണ്. അതായത് അജ്സാഉ എല്ലാ മൈത്തത്തിൻ്റെ എല്ലാ ജുസ്ഉം നജിസാണ്. ചുരുക്കം പറഞ്ഞ എല്ലാ ജുസ്ഉം നജിസാണ്, എല്ലാ ജുസ്ഉം നജിസാണ്. പിന്നെ അതിന് തോല്, മൈത്തത്തിൻ്റെ തോല് നമ്മൾക്ക് ഉറക്കിട്ടിട്ട് ദിബാഗത്ത് ചെയ്തിട്ട് തത്ഹീർ ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിലത്തെ മുടി കളഞ്ഞ് ചെറിയ കുറ്റി മുടിയാണെങ്കിൽ അത് മഅഫൂ ആണോ താഹിറാണോ എന്ന് ഇബ്നു ഹജറും റംലിയും തമ്മിൽ ഖിലാഫ്, അത്രയേ ഉള്ളൂ. ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം നമുക്ക്. وشعر غير المأكول إذا انفصل في حياته إلا الآدمي, ഇതൊക്കെ ചർച്ച ചെയ്തതാ. വമനിയുൽ കൽബി വൽ ഖിൻസീർ വമാ തനജ്ജസ ബിദാലിക്, ഇതുകൊണ്ട് ഈ പറയപ്പെട്ടതുകൊണ്ട് നജസാക്കിയതും മുത്തനജ്ജിസാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇനി ചുരുക്കമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതായത് മൈത്തത്തോ അല്ലെങ്കിൽ ജീവനുള്ള ഒന്നീന്ന് ഇൻഫിസാൽ ഉണ്ടായി, മൻഫസല മിനൽ ഹയ്യ ഹാല ഹയാത്തിഹി, മഅ്കൂലാവട്ടെ ഗൈർ മഅ്കൂലാവട്ടെ ഫുള്ളും മൈത്തത്തിൻ്റെ ഹുക്മില. സെമക്ക് ജറാദ് ഒഴിച്ചിട്ട് കാരണം അത് മൈത്തത്തും എന്തല്ല നജസല്ലാത്തതും ഉണ്ട്. ക്ലിയർ ആണോ? മുടി കുറേ ഡ്രസ്സുമലാവുന്നു, അതൊക്കെ നോക്കണ്ട. പിന്നെ തവാഫാത്ത് എന്നുള്ള ഒരു സ്ഥലത്ത് വരും, അത് പിന്നെ ഇൻഷാ അല്ലാഹ്. വമാ തനജ്ജസ ബിദാലിക, ക്ലിയർ ആണോ? മൻഫസല മിനൽ ഹയ്യ ഹാല ഹയാത്തി അല്ലേ? അതൊക്കെ പറ്റണ പോലെ ഇഹ്തിറാസ് ചെയ്യുക, ഒഴിവാക്കുക. വമാ തനജ്ജസ ബിദാലിക വഅമ്മാ തത്വീറുഹാ, കോഴിത്തൂവലൊക്കെ വരും, പ്രാവിൻ്റെ തൂവലും. വഅമ്മാ തത്വീറു, അത് താഹിറാക്കുക എന്താ? ഫനജിസുൽ ഐന്, ഐനിയായ നജസുള്ളത്, ലാ യതൂറു മിൻഹു ഇല്ലൽ ഖമർ, അതായത് സ്വയം നജസായ സാധനം. അതിൽ കള്ള് മാത്രമേ താഹിറാവുള്ളൂ. സുർക്കാവല് കൊണ്ട് കള്ള് സുർക്കാവല് ആണോ? അല്ല, കള്ള് സുർക്കാവലാണോ? ആണ്. കള്ള് സുർക്കാവിനെ നജസായില്ലേ? കള്ള് താഹിറും സുർക്ക കള്ളാവലല്ല, കള്ള് സുർക്കാവല്. കള്ള് നജസല്ലേ? ആ നജസ് എങ്ങനെ മാറ്റാ? സുർക്കാക്ക. അത് സ്വയം ഇരുന്ന് സുർക്കയായി മാറിയാല് അത് നജസല്ലാതായി മാറിയെന്ന്. അത് അതിനുള്ള ആൾക്കാർക്ക് അറിയും, അത്ര തന്നെ. നിങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് ഉണ്ടാക്കിയിട്ട് സുർക്കായോ നോക്കാൻ വേണ്ടി ഞാൻ നോക്കി നൽകിയാൽ കാര്യമില്ല. മൈത്തത്തിൻ്റെ ഇത് അത് പറഞ്ഞു എക്സാമിന് മാർക്ക് പോയത് പണ്ട് മദ്രസയില്. ഉറക്കിട സിവാജിൽദിൽ കൽബി വൽ ഖിൻസീരി വ ഇല്ലാ മാ സാറ ഹയവാനൻ. ഒന്ന് ഹയവാനായി കഴിഞ്ഞാൽ അതായത് ഏതുപോലെ? ഉദാഹരണം പറഞ്ഞുതരാ. ഏതുപോലെ ചത്തതീന്ന്, അതായത് മൈത്തത്തീന്ന് പുഴു വന്ന് മൊട്ടൻ്റെ ഇത് എന്താണ് പറയുക? ചോര ഭക്ഷിയാവല്. ചോര നജിസാണല്ലോ. പറഞ്ഞിരിഞ്ഞാ അങ്ങനെ. ആലക്കത്ത് താഹിറായതാവല് പറഞ്ഞിരിങ്ങില്ലേ? മിൻഹുമ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഇല്ലാ മാ സാറ ഹൈവാനൻ. വമൽ മുതനജ്ജിസ്, മുതനജ്ജിസ് എന്ന് പറഞ്ഞാൽ ഫമാ തനജ്ജസ ബികൽബിൻ ഔ ഖിൻസീരിൻ ഔ ഫർഇ ഗുസില 7 مرات ഇഅദാഉൻ ബിതുറാബി മംസൂൽ വൽഊല ഔല വയക്ഫി الكثير ولا يجب التعفير في التراب. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വമാ തനജ്ജസ ബിബൗലി الغلام قبل الحولين, അതും പറഞ്ഞു യുറശു അലൈഹി ബിശർط തവൽ മുലശസൈലാൻ. വമാ തനജ്ജസ ബിഗൈരി ذلك ഇൻ ലം യകുൻ ലഹു ഐനുൻ കൽബൗലി. ഇത് ചുരുക്കം പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ എടുത്തുകൊണ്ട് മുറാജ ചെയ്യാണ്.
അയിനുള്ളതാണെങ്കിൽ ആ അയിന് മാറ്റാ. അയിനുള്ളതാണെങ്കിൽ ആദ്യം അയിന് മാറ്റാ, എന്നിട്ട് ആ സ്ഥലത്ത് എന്ത് ചെയ്യുക, അയിനുള്ളതാണെങ്കിൽ ആ അയിന് മാറ്റിയിട്ട് കഴുകാം. ക്ലിയർ ആണോ? അയിനല്ല, ഹുക്മിയായ നജസാണ്, അയിനെ കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യണം? അപ്പോൾ ആ നജസ് മാറ്റാൻ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളത്തിൽ മുക്കല്ല, വെള്ളം ഒഴിച്ചാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അത് താഹിറായി. ഇനി ഇവിടെ പ്രശ്നമുണ്ട്. ഇനി ചിലത് കറ പോലത്തെ ഉള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനം, എന്തേലും ഒരു നജസ് പറ്റി, ആ നജസിന് നിറമുണ്ട്, മണമുണ്ട്, രുചിയുണ്ടെന്ന് വെച്ചോ. രുചി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പോയിട്ടില്ല, അപ്പോൾ താഹിറാവില്ല, ശുദ്ധിയാക്കാനിട്ടില്ല. രുചി മാറിയിട്ടില്ലെങ്കിൽ, രുചി പോയിട്ടില്ലെങ്കിൽ അത് താഹിറാവില്ല. എങ്ങനെയാണല്ലോ രുചി പോയേ മതിയാവും. ഇനി നിറവും മണവും അത് രണ്ടും 3 വട്ടം തിരുമ്പി കഴുകി 3 വട്ടം തിരുമ്പി കഴുകിയിട്ടും അത് പോയില്ല എന്നുണ്ടെങ്കിൽ, ഏതേലും ഒന്ന് ബാക്കിയാണെങ്കിൽ, കറ ബാക്കിയാണ്, അല്ലെങ്കിൽ നിറം ബാക്കിയാണ്, അല്ലെങ്കിൽ മണം മാത്രം ബാക്കി, ഏതേലും ഒന്നാണെങ്കിൽ കുഴപ്പമില്ല, താഹിറായി. മാറണം, അഫു തീരല്ല. ഇപ്പം രക്തമുണ്ട്, രക്തം ഇങ്ങനെ 3 വട്ടം കഷ്ടപ്പെട്ട് കഴുകിയിട്ട് നിറം പോയില്ല, മണം പോയി, പക്ഷേ രുചി അവിടെ ബാക്കിയുണ്ടെങ്കിൽ പ്രശ്നമാണ്. രുചി എങ്ങനെയാണെങ്കിലും പോകണം. 3 അല്ല, അതിന് 1000 വട്ടം കഴിക്കാനും അത് പോയേ മതിയാവും. ആ പറഞ്ഞു കഴിഞ്ഞാൽ നിറത്തിൻ്റെതും രുചിൻ്റെ മസാലത്തിൽ ഏതേലും ഒന്നുണ്ടായ, അല്ല നിറത്തിൻ്റെ മണത്തിൻ്റെ ഇതിൽ ഏതേലും ഒന്ന് പോയാൽ മതി. 3 വട്ടം കഷ്ടപ്പെട്ട് തിരിഞ്ഞു. കാരണം അവിടെ അയിന് ബാക്കിയാണ്, രുചി വരണം എന്നുണ്ടല്ലോ, അയിന് ബാക്കിയാവണം. ആ തടി അവിടെ ഉണ്ട്, അത് പോയിട്ടില്ല, പോയിട്ടില്ല എന്നല്ലേ മനസ്സിലായി. മറ്റേതൊക്കെ കറയും അല്ലെങ്കിൽ ആ പറ്റി പിടിച്ച മണമാണ്. ഇപ്പോൾ ഒരു ആള് കട്ടർ ക്ലീൻ ചെയ്യണ ഒരാള് പുറത്തേക്ക് വന്ന് എത്ര സോപ്പിട്ട് കഴിക്കാൻ, അല്ലെങ്കിൽ ഈ മുക്കുവന്മാര് അത് പോല. അതെ അതെ. പക്ഷെ നമ്മളെന്നെ ചോരായാലും എത്ര ഇതൊക്കെ പോയാലും കറ ഇവിടെ ഉണ്ടാവുമല്ലോ, ചോരന്റെ കറ. ക്ലിയർ ആണോ? هذا وما تنجس بغير ذلك لم يكن له عين كالبول إذا جف على المحل كفى جري الماء عليه وإن كان له عين وجب إزالة الطعم مطلقا واللون والريح إن سهلت الإزالة ولا يضر بقاء لون أو ريح عزر زواله فإن بقيا معا ضرا أو بقي الطعم وحده ضرا. هذا ويتشيني. ويشترط إيراد الماء القليل على المتنجس فلو أريد المتنجس على الماء القليل لم يطهر وتنجس الماء. അതായത് കലീലായ വെള്ളത്തിൽ ശ്രദ്ധിക്കുക, കലീലായ വെള്ളം നജസ് മാറ്റാൻ ഉപയോഗിക്കുക. അതായത് മനസ്സിലാക്കണം, കലീൽ എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിൻ്റെ താഴെയുള്ള വെള്ളം, അത് കൊണ്ട് നമ്മൾക്ക് കപ്പോണ്ട് ഒഴിച്ചിട്ട് അത് നജസും വൃത്തിയാക്കാം. അതേ സമയത്ത് ആ 200 ലിറ്ററിൻ്റെ താഴെ 2 കൊല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളത്തിൽ പോയിട്ട് നജസ് മുക്കിയാൽ ആ വെള്ളം മുത്തനജീസായി. അതാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? ولو أصاب الأرض بول فصب عليها الماء أو انصب من مطر أو غيره حتى غلبه واستهلك فيه طهرت الأرض وإن أصابها نجاسة جامدة كروث أو عذرة واختلطت بالأرض فلا بد من نقلها أو إخفائها بتراب طاهر أو طين ولا سبيل إلى تطهيرها بالغسل. ഇവിടെ ചുരുക്കമായിട്ട് പറയാണ്, അർള് 2 അർളുണ്ട്. ടൈൽസ് പോലത്തെ, അതായത് കെട്ടി നിൽക്കുന്നതും വലിച്ചെടുക്കുന്നതും. കെട്ടി നിൽക്കുന്നതാണെങ്കിൽ ആ നജസ് എന്ത് ചെയ്യണം? ആ നജസ് നീക്കണം. ക്ലിയർ ആണോ? അല്ല, കെട്ടി നിൽക്കുന്നതല്ല, വലിച്ചെടുത്ത്, അപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കാർപ്പറ്റല്ല, കാർപ്പറ്റിൽ നജസ് അവിടെ ഉണ്ടല്ലോ. അത് കാർപ്പറ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ മണവും നിറവും ഹുക്മിയാണെങ്കിൽ, ഞാൻ കാർപ്പറ്റല്ല ഭൂമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, പറഞ്ഞു തരിക. അപ്പോൾ വെള്ളം ഇപ്പോൾ പുറത്ത് പോയിട്ട് മണ്ണിൽ മൂത്രമൊഴിച്ചു, ആ മണ്ണ് വലിച്ചെടുത്തില്ല, അവിടെ കെട്ടിക്കേണ്ട. അപ്പം എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് ഒഴിക്കണം. അതന്നെ, മൂത്രം നീങ്ങണില്ല,
അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് വൃത്തിയാക്കാം. വേറെ ഭാഗത്തുള്ള മണ്ണുണ്ട് അതിന്റെ മേലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അങ്ങനെ എടുത്തോ. അതൊക്കെ ക്ലിയർ ആയോ? പൈപ്പിന് ചോടുന്ന കഴിയിട്ടേ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കുറച്ച് തള കെട്ടിയിരുന്നു, അത് നിൽക്കണം. അത് അവൻ നശിച്ചപ്പെടില്ലേ? കലിയിലാണെങ്കിൽ അതിന്റെ മസാലയാണ് ലാസ്റ്റ് ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? അപ്പോൾ മണ്ണി മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മണ്ണി കെട്ടി നിൽക്കണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നീക്കണം. എങ്ങനെ അത് എങ്ങനെ നീക്കുക? മണ്ണല്ല, ഇനി അങ്ങോട്ട് അത് കൊണ്ടുപോയിട്ട് നീക്കുക. മൂത്രം കെട്ടിയിരിക്കുന്നത് അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ ഇങ്ങനെ ആയിട്ട് അത് വെള്ളം വലിച്ചെടുക്കണ അവസ്ഥ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക? അതാണ് ഇവിടെ പറഞ്ഞത്. ഓരോ അസാബൽ അർദ ബൗലും ഫസുബ്ബ അലൈഹൽ മാഉ മിൻ സബ്ബിൽ മതറി ഔ ഗൈരി ഹത്താ ഖലബഹു ഖലബത് വസ്തുഹ്ലിക ഫീഹി തഹറത്തുൽ വൈൻ അസാബ നജസ്. അപ്പോൾ അല്ല, വെള്ളം നന്നായിട്ട് വലിച്ചെടുത്തതാണെങ്കിൽ ഇത് അതിന് മാറ്റണം. അതിൽ എന്തായാലും അതിന് അവിടെ കെട്ടിക്കാൻ പറ്റില്ല പറഞ്ഞിരിക്കുക. ഇനി വലിച്ചെടുക്കെന്താണ്? വലിച്ചെടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം? വലിച്ചെടുത്തന്നെ വെള്ളം ഒഴിച്ചാൽ മതി, വെറും വെള്ളം ഒഴിച്ചാൽ മതി. കഫ ചെറിയുൽ മായി ബൗലാണ്. ബൗലും നജസും കള്ള് ബൗല് മാത്രമല്ലല്ലോ, കള്ള് നജസുൽ അതിനല്ല. ഇനി കാഷ്ടം പോലത്തെ ജാമിദായതാണ്, മണ്ണും പറ്റി പിടിച്ചാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മണ്ണോണ്ട് എടുത്ത് മൂടുക, അല്ലെങ്കിൽ അതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടാം. ക്ലിയറാണോ? കഴുകിയിട്ട് അത് ശുദ്ധിയാക്കാൻ പറ്റില്ല. ആ മണ്ണ് ഒട്ടിപ്പിടിച്ച ആ മണ്ണിനെ കഴുകിയിട്ട് ശുദ്ധിയാക്കാൻ പറ്റില്ല എന്ന്. ചില ഏരിയകളിലൊക്കെ ചില ആൾക്കാർ മൂത്ര ചെയ്യുന്ന ഏരിയ ഉണ്ടാവും, ചിലവഴിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. അവിടെ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒരു ചെയ്തൊന്നുമില്ല, എന്നാലും റാക്കിതായ വെള്ളം, ആ വെള്ളത്തിൽ ഈ മൂത്രയിക്കണ സ്ഥലത്ത് മാത്രം കെട്ടിക്കെന്താണെങ്കിൽ നജസത്തിൽ പെടുമല്ലോ. കാരണം ആ നജസയിൽ കലരണ്ടല്ലോ, ശ്രദ്ധിക്കണം. وماء غسل وكل مائع غير الماء كخل ولبن إذا تنجس لا يمكن تطهيره فإن كان جامدا كالسمن جامد ألقي النجاسة وما حولها والباقي طاهر. അതായത് ദ്രാവകമായ വെള്ളമല്ലാത്ത ദ്രാവകമായ ഏത് സാധനത്തിലും, പാല് പോലെ ജ്യൂസ് പോലെ എന്തും അതിന് നജസ് വീണാൽ, ഈ റൂം മുഴുവനും പാലാന്ന് വെച്ചു, വലിയ ടാങ്കി പാല്, കണ്ടെയ്നർ പാല്, അതിൽ എന്തായി ഒരു എലി വീണ് അപ്പം മുഴുവനും നജസായി, നീക്കാനില്ല, മുഴുവൻ നജസായി, ഫുള്ളും നജസായി. വെള്ളമില്ലാത്ത എല്ലാത്തിലും 200 ആണെങ്കിലും 1000 ആണെങ്കിലും ഇനി എന്താണ് ഒരു വലിയ റൂമിൽ താണ്ടെങ്കിൽ ചത്ത് കഴിഞ്ഞാൽ അപ്പൊ അത് അത് 200 കൊല്ലത്തിന്റെ താഴെ ആണെങ്കിൽ ആ വെള്ളല്ലേ, 2 കൊല്ലത്തിന് താഴെ, 2 കൊല്ലത്ത് 200 ലിറ്റർ. എന്താണ് ഏതില് വെള്ളം കലർത്തിനല്ല പാല് വെള്ളാവും. പാലും വെള്ളല്ലേ, വെള്ളല്ലല്ലോ. പാലും വെള്ളം മേലാണെങ്കിൽ തകയൂറില്ലെങ്കിൽ അവിടെ മൂത്രത്തോണ്ട് ഇങ്ങനെ മണങ്ങനെ ഇങ്ങനെ വരണുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നജസാണ്. മൂത്രമണമുള്ള സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ നജസ് തന്നെയാണ്, അവിടെ കുളിക്കാൻ പറ്റൂല. എന്തായാലും لا يمكن تطهير طاهرا لا يمكن تطهيره فإن كان جامدا ഇനി ജാമിദാണ്, വെണ്ണ പോലെ, ജാമിദൻ കസ്സംനി, فإن كان جامدا كالسمن ഒക്കെ കഴിഞ്ഞിട്ട് പാഷറൊക്കെ ഒരു ചോദ്യം ചോദിക്കണം, തുള്ളിറ്റിയാലോ. പിന്നെ അതിന് വേറെ രീതിയുണ്ട്. എന്താണ്? ഫോമാണെങ്കിൽ വെള്ളത്തിലാണ് തകയൂർ നോക്കണത്, പാലോ തേനോ മറ്റുള്ളൊക്കെയാണ് തകയൂറല്ല നോക്കണത്. സാറില്ല, ഈ റൂം മൊത്തം പാലാണ്, അതിലൊരു തുള്ളി മൂത്രം വെച്ചാൽ മൊത്തം നജസായി, തകയൂർ വേണമെന്നില്ല. പച്ചവെള്ളത്തിന് പറ്റിയല്ല ഈ പറയുന്നത്.
ഒക്കെ പിന്നീട് ഇനിയും മസാലത്തുകൾ വരുന്നുണ്ട്. ഇപ്പം ഈ കിതാബിലുള്ള അത്രയേ ഉള്ളൂ. ഇനിയും വലിയ മസാലത്തുകൾ വരാൻ പോകുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ വേറൊരു വിഷയം അവിടെ فإن كان الجامد كسمه الجامد ألقي النجاسة وما حولها والباقي طاهر. അതായത് അവിടുത്തത് കുറച്ചിങ്ങനെ എന്താ ചെയ്യുക, ഉറച്ചതാണെങ്കിൽ വെണ്ണ പോലെ ആ ചുറ്റോറുള്ളത് വെട്ട, എന്നിട്ട് അത് എടുത്ത് കളയുക, അത്രയേ വേണ്ടുള്ളൂ. ക്ലിയർ? والباقي طاهر, ബാക്കിയൊക്കെ ശുദ്ധിയായതാണ്. وماء غسل به النجاسة ആ ഇബാറത്തിൽ ഇല്ല അവസാനത്തെ ഇല്ലാണ്ട് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇല്ലാണ്ട് കട്ട് ചെയ്യുക. ആ ഇല്ലം യബ്ലു ഖുല്ലത്തൈനാക്ക, അങ്ങനെ ആക്കിയാൽ മതി. അത് ഞാൻ നുസ്ഖത്ത് നോക്കിയപ്പോൾ ഒരു നുസ്ഖത്തിൽ ഇല്ല അത് ഉന്തിക്കുക. ഇല്ല എന്നുള്ള നോക്കാം. وماء غسل به ഈ ഇബാറത്ത് ഇങ്ങനെ ആക്കിയാൽ മതി. وماء غسل به النجاسة إن تغير أو زاد وزنه فنجس وإلا فإن بلغ قلتين ولا تغير به فطهور وإن لم يبلغ قلتين فحكمه حكم المحل بعد الغسل إن كان قد طهر فهو طاهر وإلا فهو نجس. ഇതിൻ്റെ ചുരുക്കം എന്താണ്? മാ ഉൻ غسل به النجاسة, നജസ് കഴുകിയ വെള്ളം, അതായത് ഗുസാലത്തുൻ നജാസത്തി, നജസ് കഴുകിയ വെള്ളം, അതായത് കാർപ്പറ്റിൽ നജസ് കഴുകി, ആ കഴുകിയ വെള്ളം നിറവോ രുചിയോ മണവോ ഏതേലും ഒന്ന് മാറി, അപ്പം നജിസാണ്. ഇനി അല്ല ഒന്നും മാറില്ല, പക്ഷേ കനം കൂടി, കനം വെള്ളം ഉണ്ടായിരുന്നതിനെക്കാട്ടും കനം കൂടി, അപ്പം എന്തായി? നജിസായി. ഇല്ല ഫഇൻ ബലഗ ഖുല്ലത്തൈനി, ഇനി 2 കൊല്ലത്തിന്റെ മോളിലുണ്ട്, അങ്ങനെ കൂടിയത് 2 കൊല്ലത്തായി മാറിയാൽ, വലാ തഗയ്യുറ ബിഹി, തഗയ്യുറില്ലെങ്കിൽ, ഫതഹൂറുൻ വഇൻ ലം യബ്ലുഗ് ഖുല്ലത്തൈനി, ഇനി 2 കൊല്ലത്ത് എത്തിയില്ല എങ്കിൽ, ഫഹുക്മുഹു ഹുക്മുൽ തഗയ്യുറില്ലെങ്കിൽ, തഗയ്യുറില്ല ഒന്നുമില്ല, ഫഹുക്മുഹു ഹുക്മുൽ മഹല്ലി, മഹല്ലിന്റെ ഹുക്മ്, കനം കൂടിക്കണ പക്ഷേ 2 കൊല്ലത്ത് എത്തിയില്ല. വഇല്ലം യബ്ലുഗ് ഖുല്ലത്തൈനി ഫഹുക്മുഹു, അതിന്റെ ഹുക്മ് ഹുക്മുൽ മഹല്ലി, മഹല്ലിന്റെ ഹുക്മാണ്. ആ കഴുകിയ സ്ഥലം, ആ കഴുകിയ സ്ഥലം താഹിറായാൽ ഈ വെള്ളം താഹിറാണ്, കഴുകിയ സ്ഥലം താഹിറായില്ലെങ്കിൽ ഈ വെള്ളം താഹിറല്ല. ക്ലിയർ ആണോ? ഇൻ കാന ഖദ് തഹുറ ഫഹുവ താഹിർ വഇല്ല ഫഹുവ നജീസ്. ഇതിപ്പോ മൂപ്പര് നേരത്തെ ചോദിച്ച ടാപ്പില് ഒരു മൂത്രമുള്ള ഷർട്ട്, എന്തോ ഒരു അല്പം മൂത്രമുള്ള ഒരു പേന ചോദിച്ചത് ബാധകല്ലേ? ഷർട്ട് നിക്ക്, ഷർട്ടിൽ ഒരു മൂത്രമൊഴിച്ച ഷർട്ട് പൈപ്പിന്റെ താഴെ ഇങ്ങനെ വെച്ചു, ആ വെച്ചപ്പോ ആ വെള്ളം, പൈപ്പിൽ നിന്ന് വെള്ളം വന്ന വെള്ളം നിറവോ രുചിയോ മണവോ മാറി, അപ്പോ പ്രശ്നമാണ്, നിലത്തുള്ളത് നജസാ. ഇനി മാറില്ല, മാറിയിട്ടില്ല, തഗയ്യുറില്ല, സിയാദത്ത് വസ്ന് ഉണ്ട്, ആ അത് 2 കൊല്ലത്തിന്റെ മോളിലാണെങ്കിൽ തഹൂറാണ്, പ്രസക്തിയില്ല. ഇനി 2 കൊല്ലത്തിന്റെ താഴെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അശുദ്ധിയായാൽ ഇത് ശുദ്ധിയായി, അശുദ്ധിയല്ലെങ്കിൽ ഇത് ശുദ്ധിയായില്ല, ശുദ്ധിയാണ്. ഷർട്ട് ശുദ്ധിയായിട്ടില്ല, അപ്പൊ അതിന്റെ അർത്ഥം നജസ് മാറ്റിയിട്ടില്ല, നജസിനെ തട്ടി നജസുമായിട്ട് അത് പോയിട്ടുണ്ട് എന്നാണ്. ഷർട്ട് ശുദ്ധിയാണ്, അതിന്റെ മുന്നേ തട്ടി വീണ വെള്ളമൊക്കെ നജസാണ് അല്ലേ? ഒറ്റ ഇതിനിപ്പോ ഈ പേനം അല്പം മൂത്രം ഞാൻ പൈപ്പിക്കൊണ്ട് കഴുകിയാല് ആ വീണ വെള്ളത്തിന് അത്ര നന്നായിട്ട് കഴുകി അത് ശുദ്ധിയായ, അപ്പൊ ഈ 2 കൊല്ലത്തിന്റെ താഴെയാണ്, അത് ശുദ്ധിയാണ്, ഇത് ശുദ്ധിയാണ്, അത് ശുദ്ധിയല്ലെങ്കിൽ അത് ശുദ്ധിയാണ്, വിശ്വാസം ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. എന്താണ് കഴിഞ്ഞ ഈ മുത്താലയിൽ ഒരു ഡൗട്ട് വന്നു. എന്താണ്? പറഞ്ഞോ. മൂപ്പര് ഡൗട്ടാണ്, പക്ഷെ പറഞ്ഞു ചോദിക്കണില്ല. ഈ